മലയാള സിനിമയിൽ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച് പിന്നീട് നായികയായി എത്തി. ഇവിടുന്ന് തമിഴകത്തേക്ക് പോയി തമിഴകത്തെ ഭാഗ്യനായികയായി മാറിയ കീർത്തി സുരേഷാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. കീർത്തിയുടെ നവരാത്രി വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കീർത്തിയുടെ പുതിയ റിലീസായ റെമോ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. കീർത്തി, സ്വാഗതം. നവരാത്രി ആശംസകൾ. താങ്ക് യു. റെമോ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. ചിത്രം ഇതുവരേക്കും കാണാത്ത പ്രേക്ഷകർക്കായി എങ്ങനെയാണ് ഈ ചിത്രത്തെ പരിചയപ്പെടുത്തുന്നത്? റെമോ ഇതൊരു പ്രോപ്പർ റോം കോം ആണ്. ഒരു പക്ക എൻ്റർടൈനറാണ്. പിന്നെ ദിലീപേട്ടൻ ഇവിടെ മായാമോഹിനി ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെയും നമ്മളൊരു പുതിയതായിട്ടൊരു ഇത് ട്രൈ ചെയ്തേക്കാണ്. ശിവകാർത്തികേയൻ ഒരു പെൺവേഷത്തിൽ എത്തുന്നുണ്ട്. അതെ, അത് പറയുമ്പോൾ എനിക്ക് ഇത്തിരി അസൂയുണ്ട്. എപ്പോഴും കാരണം സെറ്റിലൊക്കെ എല്ലാരും ഇങ്ങനെ അയ്യോ കീർത്തിനെക്കാട്ടിലും ഭംഗിയാന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ രസമുണ്ടാവും. കുറച്ച് കഴിയുമ്പോ അതെ അല്ല, പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ബിക്കോസ് ഒരു പെണ്ണിന് ഇപ്പം കമ്പയർ ചെയ്യുന്ന അത്രയും രീതിയിൽ ആ ലുക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സക്സസ് ആണ്. അതെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സാണ്. പിന്നെ എൻ്റെ ക്യാരക്ടർ, ഞാനൊരു ഡോക്ടറാണ്. അതിൽ കാവ്യ എന്നാണ് എൻ്റെ പേര്. ഇതൊരു സിറ്റി ബേസ്ഡ് ക്യാരക്ടറാണ്. ശിവ ഞാനും നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് രജനി മുരുകനിൽ. സോ അത് ഒരു വില്ലേജ് ബാക്ക്ഡ്രോപ്പ് ആയിരുന്നു. ഇത് ഒരു സിറ്റി ബാക്ക്ഡ്രോപ്പാണ്. വലിയ ടീമാണ്. PC സർ പോലത്തെ ഒരു ബിഗ് ലെജൻഡാണ് ക്യാമറ ചെയ്തേക്കുന്നത്. റസൂൽ പൂക്കുട്ടി സാറുണ്ട്, സൗണ്ട് ചെയ്തിട്ടുണ്ട്. 24AM സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊഡക്ഷൻ ബാനറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ പേര് RD രാജ എന്നാണ്. പിന്നെ അനിരുദ്ധ് മ്യൂസിക്കാണ്. സോ ആൻഡ് ഡയറക്ടർ ഭാഗ്യരാജ് കണ്ണൻ, പുള്ളിയും ഒരു പുതിയ ഡയറക്ടറാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ടീമാണ്. ആൻഡ് കാണാത്ത ആൾക്കാർക്ക് പറയേണ്ടത് എന്താ വെച്ചാൽ ഇത് പ്രോപ്പർ ഒരു റോം കോം ആണ്. അതെ, നമ്മൾ പോയാൽ തീർച്ചയായിട്ടും ചിരിച്ചിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ റെമോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അന്യൻ സിനിമയാണ്. അന്യൻ സിനിമയ്ക്ക് ശേഷമാണ് അങ്ങനെ ഒരു നമ്മൾ ഇത്രയും നമ്മുടെ മനസ്സിൽ വരുന്നത്. തീർച്ചയായും ആ മൂവിയിലേക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ആ അന്യൻ സിനിമയിലെ റെമോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ സിനിമയിലെ ഒരു ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ പേരിട്ടേക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ശിവകാർത്തികേയന്റെ ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ ചിത്രമാണ്. രജനി മുരുകന് ശേഷം നിങ്ങൾ രണ്ടുപേരും വീണ്ടും എത്തുകയാണ്. എങ്ങനെയാണ് ആ ഒരു അനുഭവം? അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കിയോ? ശിവ സൂപ്പർ ഫണ്ണാണ്. അതായത് പുള്ളി നമ്മൾ സ്ക്രീനിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ്. ഇന്റർവ്യൂസിലൊക്കെ ഇരിക്കുമ്പോൾ ആളിങ്ങനെ കുറച്ചൊക്കെ ഭയങ്കര ഒതുങ്ങിയൊക്കെ ഇരിക്കുള്ളൂ. പക്ഷെ ഭയങ്കര ഒരു ഫണ്ണാണ് പുള്ളിയായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത്. ഒരു പോസിറ്റീവ് എനർജിയാണ് മൊത്തത്തിൽ. ആൻഡ് ഞങ്ങൾക്ക് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് അറിയാം ലൈക്ക് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ടർ, ഞാൻ, ശിവ, ഞങ്ങളെല്ലാവരും ലൈക്ക് ഇപ്പോഴത്തെ ഒരു ബഞ്ചാണല്ലോ. അപ്പോൾ ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് പോകാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ലൈക്ക് ഓരോ സീൻസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോകാന്ന് പറയുന്നത്. അതിപ്പോൾ വലിയ നമ്മളൊരു സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഭയങ്കര ആയിട്ട് അഭിനയിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്ന് നമുക്ക് കൂടുതൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ടീമാണ്, ഞങ്ങൾ ലൈക്ക് ഗുഡ് ഫ്രണ്ട്സ് ആണ്. അപ്പം വർക്കായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും. ആള് 3 മണിക്കൊക്കെ എണീറ്റ് മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് 6 മണിക്ക് ഷൂട്ട് തുടങ്ങുമായിരുന്നു എന്നൊക്കെ കേട്ടോ. അങ്ങനെയൊക്കെയാണോ? അതെ, 3-3:30 എണീറ്റ്. ഐ തിങ്ക് ഞാൻ സാധാരണ പെണ്ണുങ്ങളാണ് എനിക്ക് തോന്നുന്നു ഹീറോയിൻസ് ആയിരിക്കും നേരത്തെ വരുന്നത് ഹീറോയിനെ കാട്ടും. പക്ഷെ പുള്ളി എനിക്ക് മുമ്പേ വരും. അതെ, ഞാൻ വരുന്നതിനൊരു 2 മണിക്കൂർ മുമ്പേ വരും പുള്ളിക്ക്. ഐ തിങ്ക് അറൗണ്ട് ഒരു 4 hours ആവും. കാരണം ഡെയിലി രാവിലെ മുതൽ പുതിയ സെയിം ഒരേ കാര്യം രാവിലെ മുതൽ പിന്നെയും ചെയ്യുന്നുണ്ടാണ്. ഐ തിങ്ക് പുള്ളി ഷേവ് ചെയ്യണം പിന്നെ സോ ദാറ്റ് ഡെയിലി ഷേവ് ചെയ്യണം. സോ പുള്ളീനൊക്കെ കാണുമ്പം എപ്പോഴും ലൈക്ക് കുറച്ച് പിമ്പിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കും എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ ഡെയിലി ഷേവ് ചെയ്യുന്നത് കൊണ്ടാണ്, സോ അത്ര റഫാകുന്നുണ്ട്. സോ അത് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾ. പിന്നെ വേറെ എന്താണ്, ഈ ലേഡി ഗെറ്റപ്പ് ആയതുകൊണ്ട് ഹെയർ ആൻഡ് മേക്കപ്പ് അതിനനുസരിച്ചിട്ട് മാറ്റണം. ആൻഡ് ലെൻസ് വെക്കുന്നുണ്ട്. സോ ഐ തിങ്ക് പുള്ളി ലെൻസ് വെച്ചിട്ടില്ല അതിന് മുമ്പ്. അപ്പോൾ ലെൻസ് വെക്കണമുണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ കണ്ണിൻ്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ വിരൽ കൊണ്ടുവരുമ്പോൾ മാതിരിയാവും. ഇതിൻ്റെ ഇടയിൽ ഞാൻ ലെൻസ് കൂടി വെക്കാന്ന് പറയുന്നത് ഒരു പുതിയൊരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ എല്ലാം ഒരു പുതിയൊരു കാര്യമല്ല, ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ മാറുകയാണല്ലോ.
അപ്പം ഡെയിലി ചെയ്യാന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. അതും ഐ തിങ്ക് ഞങ്ങളൊരു 45 days ആണ് ലേഡി ഗെറ്റപ്പ് ഷൂട്ട് ചെയ്തത്. അപ്പൊ 45 ദിവസം രാവിലെ 3:30 എണീറ്റ് വരാന്ന് പറയുന്നത് ഒരു വലിയൊരു ചാലഞ്ചാണ്. സിനിമാറ്റോഗ്രാഫേഴ്സ് ഒക്കെ ഗുരുവായി കണക്കാക്കുന്ന ഒരാളാണ് PC ശ്രീറാം സർ. അദ്ദേഹത്തെ പോലെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? കുറച്ചുകൂടി കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് കീർത്തിയെ പ്രതീക്ഷിക്കാമോ ചിത്രത്തിൽ? അത് തീർച്ചയായിട്ടും. കാരണം ആദ്യമായിട്ടെന്നല്ല, നമുക്കൊരു വിശ്വാസമുണ്ട്. ഓക്കെ, നമ്മൾ ഓൺ സ്ക്രീൻ ഓക്കെ സംതിങ് വി ആർ ലുക്കിംഗ് ഡിഫറെന്റ്. ഞാൻ ഭംഗിയാണെന്ന് ഞാൻ തന്നെ പറയില്ല, പക്ഷെ നമ്മള് കുറച്ചുകൂടി കൂടുതൽ ഭംഗിയായിട്ട് അതുകൊണ്ട് എന്താ പറയാ, PC sir is a legend. നമ്മൾ കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഡയറക്ടർ ബാക്കി ഞങ്ങളുടെയൊക്കെ ഇപ്പോഴും ഞങ്ങളെല്ലാവരും വളരുന്ന തലമുറകളാണ്. സോ ഈ ഒരു ഇതിൽ തന്നെ ഇത്രയും വലിയൊരു മനുഷ്യനായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. നമ്മളൊന്നും വിചാരിച്ചു പോലും കാണില്ല. ആൻഡ് പ്രോഡക്റ്റ് കാണുമ്പോൾ, അതായത് സിനിമ കഴിഞ്ഞ് ഡബിങ്ങിലൊക്കെ നമ്മളെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ അത്രയും ഒരു സന്തോഷമുണ്ട്. കാരണം PC sir എന്നുള്ളത് അവിടെ കാണാനുണ്ട്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛനമ്മ എപ്പോഴും എൻ്റെ എല്ലാ സിനിമകളിലും ഒരു ദിവസം വന്നിട്ട് വിസിറ്റ് ചെയ്യും സെറ്റിൽ. അച്ഛനമ്മ, ചേച്ചി, എൻ്റെ അമ്മമ്മ എല്ലാവരും ഒരു ദിവസം വരും. അപ്പോൾ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഒരു സോങ് ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പം സ്ക്രീനിൽ കണ്ടില്ല, അവളെ കാണാൻ മുട്ടായി പോലെ ഉണ്ടെന്ന്. സ്ക്രീനിൽ കണ്ടില്ലേന്നേ പറയുള്ളൂ അച്ഛൻ, നേരിട്ടൊന്നും പറയൂല. അതാണ് ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയാം, സ്ക്രീനിൽ കാണാൻ ഇവിടെ മുട്ടായി ലഡ്ഡു പോലെ അല്ല. അച്ഛനും ചേച്ചിയൊക്കെ സെറ്റിൽ വരുന്ന കാര്യം പറഞ്ഞു. സാധാരണ എന്ന് പറഞ്ഞാൽ സിബ്ലിംഗ് ഒക്കെ ആയിരിക്കും എല്ലാവരെയും കൂടുതലും ക്രിട്ടിസൈസ് ചെയ്യുന്നതും കൂടുതൽ എൻകറേജ് ചെയ്യുന്നതും ഒക്കെ. അപ്പം അങ്ങനെ ഒരു സൈഡും ഉണ്ട്. അത് മാത്രമല്ല, ഒരു പ്രൊഡ്യൂസറാണ്, ഒരു സീനിയർ പ്രൊഡ്യൂസറാണ്, ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അതോടൊപ്പം തന്നെ ചേച്ചിയും രേവതിയും ഫിലിം ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഇവർ വരാൻ നേരത്ത് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടോ? ഇല്ല, ആ ടെൻഷൻ എപ്പോഴും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ കാരണമാണ് നമ്മൾ എപ്പോഴും അടുത്ത ലെവലിലേക്ക് തന്നെ പോകുന്നത്. എൻ്റെ അച്ഛനമ്മ ചേച്ചിയുടെ ഒക്കെ അഡ്വാൻറ്റേജ് എന്താന്ന് പറയുന്നത്, കുറെ കൂടി പ്രൊഫഷണലാണ്. ഇപ്പം പറഞ്ഞ പോലെ അച്ഛനമ്മ ചേച്ചി എന്നുള്ള രീതിയിലാണ് അവർ എൻ്റെ ഓരോ സിനിമകൾക്കും കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ എല്ലാം നല്ലതേ ആയിരിക്കുള്ളൂ. അത് അവർ കൂടുതലും പ്രൊഫഷണലായിട്ട് എന്താ പറയുക, അതായത് കുറ്റം പറയില്ല, വളരെ പെർട്ടിക്കുലറായിട്ട് അങ്ങനെ കുറ്റം പറയില്ല, എന്നാൽ അങ്ങ് പൊക്കി പറയൂല. സോ എപ്പോഴും രണ്ടത്തിൻ്റെ ഇടയിലായിരിക്കും. സോ അത് കാരണം നമുക്കും ഒരു പുഷ്, നമ്മളെ പുഷ് ചെയ്യാനുള്ളൊരു ഫാക്ടറാണത്. അത് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് കാണിക്കാനാണ്. സോ അത് നമ്മൾ എൻകറേജ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ചേച്ചിയാണ് കൂടുതലും ക്രിട്ടിസൈസ് ചെയ്യുന്നത്. കാരണം അച്ഛനമ്മയൊക്കെ ഒരു പുറമേ ഇങ്ങനെ അത് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. എൻ്റെ ചേച്ചി ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ഇവിടെ കൊള്ളൂല, അവിടെ കൊള്ളാം, ഇവിടെ ചുണ്ട് ഇങ്ങനെയുണ്ട്, അവിടെ മൂക്കിങ്ങനെയൊക്കെ പറയും. ഞാൻ പറയും, ഇതെനിക്ക് ഇത്രയേ ഉള്ളൂ, ഇതെനിക്കൊണ്ട് കാണിക്കാൻ പറ്റും. കീർത്തിയുടെ എനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ്, തമിഴ്നാട്ടിലുള്ളവർക്ക് തമിഴ് പൊണ്ണാണ്, മലയാളികൾക്ക് മലയാളികളുടെ സ്വന്തം കുട്ടിയാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെ, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് രണ്ടും മുഖ്യ ആണ്, ലൈക്ക് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കാരണം ഒന്ന് മലയാളം എന്ന് പറയുമ്പോൾ അച്ഛൻ, തമിഴ് എന്ന് പറയുമ്പോൾ അമ്മ. സോ മലയാളമാണ് ഞാൻ വന്ന ഇൻഡസ്ട്രി, തമിഴ് ഇപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് രണ്ടും ഫീൽ ചെയ്യപ്പെടും. മാസ്റ്റർ കഴിഞ്ഞ് പോയ ഒരു പോക്കാണ് കീർത്തി. അതിനുശേഷം നമ്മൾ കാണുന്നതെല്ലാം തമിഴ് സിനിമകളിലും തമിഴ് പാട്ടുകളിലും തെലുങ്കിലും ഒക്കെ ആയിട്ടാണ്. അവിടെ തന്നെ ഉറപ്പിച്ചോ? ഇല്ല, ഞാൻ അങ്ങനെയല്ല. കാരണം വെച്ചാൽ ഇപ്പൊ റിംഗ് മാസ്റ്റർ കഴിഞ്ഞിട്ട് എനിക്ക് 1-2 ഓഫേഴ്സ് വന്ന സമയത്ത് എനിക്ക് ഡേറ്റ്സ് ഇല്ലായിരുന്നു. ഞാൻ തമിഴ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഈ രജനി മുരുകനും ഈ തൊടരി എന്ന് പറഞ്ഞ ധനുഷ് സാറിന്റെ സിനിമ അഭിനയിച്ചു. സോ അതൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് 1-2 മലയാളം ഓഫേഴ്സ് വന്നത്. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. തമിഴില് തന്നെ ഏതൊക്കെയോ ഡേറ്റ്സ് ക്ലാഷ് ആയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഡേറ്റ്സ് ഭയങ്കര ബിസി ആയിട്ട് ഇല്ല, ഞാൻ ഡേറ്റ്സ് ക്ലാഷ് ആയിട്ടൊന്നുമില്ല. മേക്ക് ഷുവർ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാണ്ട് ഞാൻ നോക്കും. പക്ഷെ എനിക്ക് മലയാളം ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്.
സോ അതുകൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ മലയാളത്തിലേക്ക് വരുന്നൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം ഇൻഫാക്ട് തമിഴിലൊക്കെ എന്ന് പറയുന്നത് മലയാളത്തിന് വലിയൊരു വാല്യൂ ആണ്. ബിക്കോസ് കഴിഞ്ഞൊരു 2 വർഷമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നൊരു ചേഞ്ച് കാരണം തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും എല്ലാവരും മലയാള സിനിമകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ദൃശ്യം, ഇതുപോലത്തെ കുറേ സിനിമകൾ ഒരു ട്രെൻഡ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുന്നു, ഓക്കെ എന്തൊക്കെ തമിഴ് സിനിമ ചെയ്താലും ഒരു വർഷത്തിൽ ഒരു മലയാള സിനിമയെങ്കിലും ചെയ്യണം എന്ന് പറയും. സോ അതാണ് അവരുടെ വാല്യൂ. ഒരു മലയാള സിനിമേനെ അവർ വിലയിരുത്തിയേക്കണം അത്രയും ഒരു വലിയ ലെവലിലാണ്. സോ അതുകൊണ്ട് മലയാളത്തിൽ വരാൻ പാടില്ല എന്നല്ല, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുള്ളതുണ്ട്. പക്ഷെ എത്രയും പെട്ടെന്ന് വരും. ധനുഷിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴൊരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? ധനുഷ് സർ പെർഫോമറാണ്, വലിയൊരു നമ്മൾ സ്ക്രീനിലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ലൊരു ആക്ടറാണ്. ഞാൻ അഭിനയിച്ചേക്കുന്നത് തമിഴിൽ ഞാൻ ആദ്യമായിട്ടൊരു സീനിയർ ആക്ടറായിട്ട് അഭിനയിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ സാറിനൊക്കെ പറഞ്ഞ പെർഫോമർ ആകുമ്പോൾ നമ്മൾ ഒപ്പത്തിനൊപ്പം അഭിനയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പുള്ളി നമുക്ക് ആ സ്പേസ് തരും. പിന്നെ മാത്രമല്ല അതുപോലെ എന്താ പറയുക, പുള്ളി ഭയങ്കര ഒരു ഈസി കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോകും. നമ്മളിവിടെ നിന്ന് പേപ്പറൊക്കെ ഇരുന്ന് പഠിച്ച് കഷ്ടപ്പെടുമ്പം അപ്പോൾ പുള്ളി ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യുന്നത്, അല്ലെ ഈസി ആയിട്ടാണ് ചെയ്യുന്ന ഒരു കേക്ക് വാക്ക്, ആക്ടിങ് ഇസ് എ കേക്ക് വർക്ക് ഫോർ ഹിം എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഇൻസ്പിറേഷനാണ്. കീർത്തിയെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. ജനിച്ചപ്പോൾ തൊട്ടേ സിനിമകളെ കുറിച്ച് കേട്ടും സിനിമകൾ കണ്ടും കൂടുതൽ അടുത്തറിഞ്ഞും ഒക്കെ വളർന്ന ഒരാളാണ്. എന്നിട്ടിപ്പോൾ ആക്ട്രസ്സായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു 2 സ്റ്റേജസിലും സിനിമയെ കാണുമ്പോൾ അകത്തുനിന്നും പുറത്തുനിന്നും കാണുമ്പോൾ ആ ഒരു വ്യത്യാസം എങ്ങനെയാണ്? സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു പുതിയൊരു സംഭവമല്ല, ചെറുപ്പം മുതലേ കാണുന്നൊരു കാര്യമാണ്. കാരണം വീട്ടിൽ കാണുന്നതും കേൾക്കുന്നതും അതാണല്ലോ, എൻ്റെ അച്ഛനമ്മ അറിയുമ്പോൾ അതാണല്ലോ. സോ എനിക്ക് ആ പുതിയ കാര്യമല്ല. പിന്നെ ഞാൻ ബാലകാലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, 2 സിനിമകൾ, 3 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമേനെ ഞാൻ സീരിയസ് ആയിട്ട് കാണുന്നത് ഞാൻ ഒരു നടിയായതിനു ശേഷമാണ്. അപ്പം എന്താ പറയുക, ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ചെറുപ്പം മുതലുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പം കുറേ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ ഞാൻ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് ലൈക്ക് പ്രോപ്പറായിട്ട് ഇതൊരു സീരിയസ് ആയിട്ട് ഇതാണ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഇപ്പം എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് അങ്ങനെ കാണുമ്പം അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. കീർത്തി ഇപ്പോൾ പറഞ്ഞു സിനിമയാണ് ലൈഫ് എന്നുള്ളത്. അപ്പം സിനിമയാണ് ലൈഫ് എന്ന് തോന്നിയ ആ ഒരു ഏതൊരു മൊമെന്റിലാണ് അങ്ങനെ തോന്നിയത്? അല്ല, എനിക്ക് അഭിനയിക്കണമെന്ന് ചെറുപ്പം മുതലേ എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത് വൈകിയോ എനിക്കറിയില്ല. എന്താ പറയാ, ഞാൻ അച്ഛനമ്മയ്ക്കും ഞാൻ പഠിച്ചു തീർക്കണം എന്ന് ഒരു ഭയങ്കര ഇതായിരുന്നു, കമ്പൽസറി ആയിരുന്നു. അപ്പം ഞാൻ 12 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ പഠിത്തം കഴിഞ്ഞു, ഞാൻ അഭിനയിക്കട്ടെ എന്ന് വെച്ചു. അപ്പം നീ കോളേജ് പഠിക്കാതെ. അപ്പൊ അങ്ങനെ ഒരു 3 years വൈകിയല്ലേ? അതെ അതെ. ഞാൻ ആക്ടിങ് അങ്ങനെ എന്തെങ്കിലും കോഴ്സൊക്കെ പോകാന്ന് വിചാരിച്ച, പക്ഷെ ആ സമയത്ത് ഐ തിങ്ക് PG എന്തോ ഉണ്ടായിരുന്നുള്ളൂ, അണ്ടർ ഗ്രാജുവേഷൻ എന്തെങ്കിലും ചെയ്യണം. ഞാൻ ശരി സിനിമയിലേക്ക് വരണം എന്നായിരുന്നു ആഗ്രഹം. അഭിനയിക്കാനാണ് കൂടുതൽ ആഗ്രഹം. എന്നാൽ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ചുറ്റും ഏതെങ്കിലും ഒരു എത്തിയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഫീൽഡിൽ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി കോസ്റ്റ്യൂം ഡിസൈൻ ഒക്കെ ചെയ്യണമെങ്കിൽ മേ ബി ഫാഷൻ ഡിസൈൻ ചെയ്യാം. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടാണ് ഞാൻ ഫാഷൻ ഡിസൈൻ തന്നെ എടുത്തത്. പിന്നെ സിനിമ തന്നെയായിരുന്നു ഉള്ളിൽ. അതെ, സിനിമ തന്നെയായിരുന്നു ഉള്ളിൽ. പിന്നെ ഇതോ ഭാഗ്യവശം ദൈവാധീനം പ്രിയനങ്കിൾ വിളിച്ചു, ഗീതാഞ്ജലിക്ക് വേണ്ടി വിളിച്ചു. അങ്ങനെ അത് എനിക്ക് തോന്നുന്നു പ്രിയനങ്കിൾ ആയതുകൊണ്ട് മാത്രമാണ് അന്ന് അച്ഛൻ സമ്മതിച്ചത്. അതിനിപ്പോൾ വേറെ ആരെങ്കിലും സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സോ അപ്പം അങ്ങനെയാണ് അത് തുടങ്ങിയത്. അതൊരു ഒരു ഫ്ലോയിൽ അങ്ങ് വന്നതാണ്. അപ്പം ആദ്യം മുതലേ അച്ഛനമ്മ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അച്ഛൻ പറയും നിനക്ക് വേണ്ടി ഞാനൊരു സിനിമ എന്തായാലും എടുക്കുകയൊന്നുമില്ല. അപ്പം അതൊക്കെ താനേ വരണം എന്ന് പറയും. അതൊക്കെ
താനെ വരേണ്ടതാണ്, നമ്മളിങ്ങനെ തേടിപ്പോയി വരേണ്ടതല്ല. സോ വരാനുണ്ടെങ്കിൽ അത് വരും എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അത് വന്നു. ഇപ്പൊ ഡിസൈനിങ് പഠിച്ചതും സിനിമയുടെ തന്നെ ഭാഗമായി നിൽക്കണം എന്ന് കരുതിയിട്ടാണോ? അല്ല, തുടങ്ങിയപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ച ഞാൻ തന്നെ എൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്യാമെന്നൊക്കെയാണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. ബിക്കോസ് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അതും ചെയ്യുക, അഭിനയിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ രണ്ടും കൂടി എനിക്കറിയത്തില്ല. മേ ബി ചെയ്യാം ഫ്യൂച്ചറിൽ. പക്ഷേ അത് ഭയങ്കര ഒരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എനിക്ക് അതിനുള്ളൊരു സമയമില്ല. പക്ഷെ കഴിയുന്തോറും ഞാൻ എൻ്റെ ഒരു ടച്ച് വിടാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ലൈക്ക് ഞാൻ തന്നെ എന്തെങ്കിലും ഉടുക്കുന്നതോ അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യും. മലയാളത്തിൽ നായികയായിട്ട് അഭിനയിച്ച 2 ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഗീതാഞ്ജലിയില് 2 കഥാപാത്രങ്ങളെത്തി, ഇരട്ട വേഷങ്ങളിലാണ് എത്തിയത്. അതിനുശേഷം റിംഗ് മാസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം തുടങ്ങിയത് തന്നെ വളരെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതോ ഈസി ആയിരുന്നു? ഗീതാഞ്ജലി ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടില്ല ഞാൻ. കാരണം പ്രിയൻ അങ്കിൾ ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക, എനിക്ക് പ്രിയൻ അങ്കിൾ ആലെങ്കിൽ എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലെ തന്നെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പം അതൊരു സെറ്റിലേക്കാണ്, ജോലിക്കാണ് പോകുന്നതെന്നുള്ളൊരു ഫീലില്ല. ഞാൻ രാവിലെ എണീറ്റ് തുടിച്ചാടി പോയിട്ട് പോയി അഭിനയിച്ചിട്ട് വരും. ഒരു ഫണ്ണായിട്ടുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അത് ഡബിൾ റോളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ കാര്യമായിട്ട് പ്രിയനങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു തരൂല്ല. ബിക്കോസ് പ്രിയനങ്ങൾ എപ്പോഴും നമ്മളായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. ലൈക്ക് ഒരു കാര്യം അഭിനയിച്ചു കാണിക്കത്തൊന്നുമില്ല, നീ തന്നെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ എനിക്ക് അത് പക്ഷെ നമ്മളെ കൊണ്ടത് ചെയ്യിച്ചെടുക്കും. സോ അപ്പം ആദ്യത്തേത് അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ റിംഗ് മാസ്റ്റർ ചെയ്തപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു ആദ്യം ഈ ബ്ലൈൻഡായിട്ട്. ഞാൻ 1-2 സിനിമകൾ ഇങ്ങനെ നമ്മുടെ യോധയിലെ ലാലങ്കളുടെ ഒരു ചെറിയ ബിറ്റാണ് അത്, പിന്നെ ഗുരു, പിന്നെ മറ്റേ തമിഴിലെ രാജപാർവൈ എന്നിട്ട് കമൽ സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ പടം മുഴുവനും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം അത് ഇൻഫ്ലുവൻസ് ആവും എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എല്ലാത്തിൻ്റെ ഒരു ചെറിയൊരു 5-10 മിനിറ്റ്സ് കണ്ടിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അത് അതിലേക്കൊന്ന് ജെല്ലാവാൻ സമയമെടുത്തു, ഇങ്ങനെ ബ്ലൈൻഡായിട്ട് അഭിനയിക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി. പിന്നെ ഇപ്പോൾ ഈ ആദ്യമേ ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഞാനായിട്ട് എടുത്ത് ചെയ്തതല്ല, ഇതൊക്കെ വന്നത് എന്തോ ഭാഗ്യം കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇനിയും ആക്ച്വലി കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് തമിഴിലായാലും എവിടെയായാലും. ബിക്കോസ് ഇതൊക്കെ പിന്നീടും ചെയ്യാം, എപ്പോൾ വേണോ ചെയ്യാം. സോ കമേഴ്ഷ്യൽ ആയിട്ടുള്ള അതും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഞാനിപ്പം രജനി മുരുകനൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ എല്ലാം വേണം. നമ്മളിപ്പോൾ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഓൺ ദി അതർ സൈഡ് നമ്മൾ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും പക്ഷെ ആ വന്നു പോകുന്ന ക്യാരക്ടറിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അങ്ങനത്തെ പെർഫോമൻസ് ഉള്ള ക്യാരക്ടേഴ്സ് എല്ലാം, ഇങ്ങനത്തെ എല്ലാ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതേ ഉള്ളൂ ഇങ്ങനെ ഓരോന്നും വരുമ്പോൾ. റിംഗ് മാസ്റ്ററിന്റെ കാര്യം പറഞ്ഞു, 2 ചെറുതായിരുന്ന സമയത്തും വലുതായതിനു ശേഷവും ജനപ്രിയ നായകന്റെ കൂടെ അഭിനയിച്ചു. അപ്പൊ ആ സമയത്ത് ബാലതാരമായിട്ട് വന്നു, പിന്നെ അത് കഴിഞ്ഞ് നടിയായിട്ട് നായികയായിട്ടും വന്നു. അതെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇങ്ങനെ റിംഗ് മാസ്റ്റർ ഞാൻ ഇങ്ങനെ ദിലീപേട്ടൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ചിരി വരും, അയ്യോ ചേട്ടാ. പണ്ടത്തെ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തു? പണ്ടത്തെ റിലേറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ ഏകദേശം ഒരേ സ്ഥലങ്ങളായിരുന്നു. ഊട്ടി ലൊക്കേഷൻസ് ഒക്കെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയായിരുന്നു നമ്മൾ കുബേരൻ ഷൂട്ട് ചെയ്ത അതേ സ്ഥലമാണ് എന്നൊക്കെ പറയും. പിന്നെ പക്ഷെ ചേട്ടന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഞാൻ ചേട്ടൻ്റെ ഒപ്പം അഭിനയിക്കുന്നതെന്ന് പറയുന്നത്. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ചേട്ടൻ്റെ ഒപ്പം ഞാൻ അന്ന് മോളായിട്ട് അഭിനയിച്ച് ഇന്ന് ചേട്ടൻ്റെ ഒരു ഹീറോയിനായിട്ട് അഭിനയിക്കാന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ തന്നെ ദിലീപേട്ടൻ്റെ സക്സസ് ആണ് അത്. അപ്പൊ എനിക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യത്തെ റിലീസിന്റെ ഗീതാഞ്ജലി റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം ടെൻഷൻ ഉണ്ടായിരുന്നു, അത് ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ, കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു? അത്ര കണ്ടിട്ടൊന്നുമില്ല. സിനിമ പണ്ട് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്ന സിനിമയാണല്ലോ ഗീതാഞ്ജലി. അപ്പം അതിലെനിക്ക് അത്രയും ഒരു സ്പേസ് ഉണ്ട്. അപ്പം നമ്മൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ ക്യാരക്ടറാണ്. അപ്പോൾ ആൾക്കാരത് എങ്ങനെ എടുക്കും, ഇഷ്ടപ്പെടുമോ ഇല്ലേ, പടം എന്തായിരിക്കും, അപ്പം എല്ലാത്തിനും ഒരു കൺസേൺ ഉണ്ടായിരുന്നു.
എന്തൊക്കെ പറഞ്ഞു ടെൻഷൻ ഇസ് ദയർ. അത് അന്നല്ല ഇന്നും എൻ്റെ സിനിമകൾ റിലീസാകുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. ഒരു സിനിമയിൽ നമ്മുടെ പേര് മാത്രമല്ല, നമ്മുടെ പേരും കഴിഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസറിനും കാശ് കിട്ടണം. കാരണം ഒരു പ്രൊഡ്യൂസറുടെ മകൾ എന്ന നിലയിൽ ഞാനത് മറക്കാത്തൊരു കാര്യമാണ്. അത് കേരളത്തിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും നവരാത്രി നമ്മൾ കാര്യമായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരാണ്. നവരാത്രി മെമ്മറീസ് എങ്ങനെയാണ് നോർമലി സെലിബ്രേറ്റ്? നവരാത്രി നമ്മളെ വീട്ടിലെ മറ്റേ കൊലു വെക്കും, ഉമ്മക്കൊലു വെക്കും. അപ്പൊ ഇപ്പൊ അമ്മ വെച്ചിട്ടുണ്ട്. അമ്മ ട്രിവാൻഡ്രത്തിലാണ് വെച്ചേക്കണേ. ഞാൻ ചെന്നൈയിലാണ് ഇപ്പോൾ. അമ്മ ആക്ച്വലി വെക്കും നമ്മള്. പക്ഷെ എന്താ സംബന്ധിച്ചാൽ അത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിൽ ആളുണ്ടാവണം എന്നുണ്ട്. ലൈക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് രാവിലെയും വൈകിട്ടും. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഒറ്റയ്ക്കായിരിക്കും. അതുകൊണ്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അമ്മ ട്രിവാൻഡ്രത്തിൽ വെച്ചേക്കുന്നത് ഇപ്രാവശ്യം. റെമോയ്ക്ക് ശേഷം ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഇനിയിപ്പോൾ അടുത്തത് ഭൈരവ എന്ന് പറഞ്ഞിട്ട് വിജയ് സാറിൻ്റെ ഒപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ്. സോ അത് ജാനുവരിയിലാണ് റിലീസാവുന്നത്. പിന്നെ നേനു ലോക്കൽ എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ തെലുഗുവിൽ. നാനി എന്ന് പറയുന്ന ആക്ടറാണ്. യെസ്, അത് അപ്പോൾ അത് ഡിസംബർ ക്രിസ്മസിന് റിലീസാവും. അപ്പോൾ ഡിസംബറിൽ ഒരു റിലീസുണ്ട്, പിന്നെ ജാനുവരിനുണ്ട്. എന്നാലും എല്ലാ റിലീസുകൾക്കും എല്ലാവിധ ആശംസകൾ, നവരാത്രി ആശംസകൾ. ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.